My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 140ാമത്തെ എപ്പിസോഡിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡ് നമ്മൾ കമോമില്ല എന്ന അധ്യായത്തിൻ്റെ 6ാം ഭാഗമാണ് പരിശോധിക്കുക. ഈ ഭാഗത്തിൽ കമോമില്ലയുടെ സാധാരണ അറിയപ്പെടാത്ത ഗർഭകാല സംബന്ധമായ ചില പ്രയോഗങ്ങളെക്കുറിച്ചും ഗർഭിണികളെ ചികിത്സിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിശേഷിച്ചും ഒരു ക്രോണിക് കേസിൽ ഗർഭകാലത്ത് ചികിത്സ നടത്തുമ്പോൾ ക്രോണിക് ട്രീറ്റ്മെൻറ്റ് ഗർഭകാലത്ത് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ ചില നിരീക്ഷണങ്ങൾക്ക് എൻ്റെ പറയുന്നുണ്ട്. നിങ്ങൾ ഗൈനക്കോളജി പഠിക്കുന്നവരോ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ആ ഒരു അലോപ്പതിക് കൺസെപ്റ്റിലുള്ള ഗൈനക്കോളജി ക്ലാസ്സിൽ ഒരുപക്ഷെ പറയാനിടയില്ലാത്ത ചില കാര്യങ്ങളും ഒരു ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ കെൻഡിയോടെ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാം. ഇൻ പ്രഗ്നൻസി ദ വുമൺ ഹാസ് ഓൾസോ കാമോമില കണ്ടീഷൻസ്, ഇറഗുലർ കോൺട്രാക്ഷൻസ്, ഫോൾസ് ലേബർ പെയിൻസ്. പ്രധാന കാര്യം ഇറഗുലർ കോൺട്രാക്ഷൻസ് ആണ്. റെഗുലറായിട്ടുള്ള കോൺട്രാക്ഷൻസിലൂടെയാണ് സുഗമമായൊരു പ്രസവം നടക്കുന്നത്. പക്ഷേ ഇവിടെ ഇറഗുലർ കോൺട്രാക്ഷൻസ് ആണ്. പിന്നെ ഫോൾസ് പെയിൻ, നമ്മളെ വഴിതെറ്റിക്കുന്ന വേദന എന്ന് പറഞ്ഞ ആശുപത്രിയിലേക്ക് ഓടിപ്പോവും, പ്രസവം നടക്കില്ല. അത് കാമോമില്ല വരും. ലേബർ പെയിൻസ് ദാറ്റ് ആർ ഫെൽറ്റ് ഇൻ റോങ് പ്ലേസസ്, പ്രസവവേദന വരേണ്ട സ്ഥലമല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ പ്രസവമായിട്ട് ബന്ധപ്പെട്ട അതുപോലുള്ള വേദനകൾ വരില്ല. ലേബർ പെയിൻസ് ദാറ്റ് ആർ ഫെൽറ്റ് ടു മച്ച് ഇൻ ദ ബാക്ക്, സാധാരണയിൽ കൂടുതൽ പിൻഭാഗത്ത് വേദന വരുന്നു. കോൺട്രാക്ഷൻസ് ദാറ്റ് ആർ മോസ്റ്റ് പെയിൻഫുൾ, കട്ടിങ്, ടിയറിങ്, ബ്രിങ്ങിങ് ഔട്ട് സ്ക്രീംസ്, കരച്ചിലുണ്ടാക്കുന്ന തരത്തിൽ അലറിക്കരയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കടുത്ത തരത്തിലുള്ള പലതരം വേദനകൾ. സോ ഇറിറ്റബിൾ, ഷീസ് കോൾസ് ദ പെയിൻസ്, ഷീസ് കോൾസ് ദ ഡോക്ടർ, ഷീസ് കോൾസ് എവരിബഡി, ഡ്രൈവ്സ് ദ ഡോക്ടർ ഔട്ട് ഓഫ് ദ റൂം, ഡ്രൈവ്സ് ദ നേഴ്സ് ഓഫ് ആൻഡ് ദെൻ കാൾസ് ഫോർ ഹെയർ അഗെയിൻ. പ്രസവവേദന ഉണ്ടാകും. വേദന വിശേഷം ആദ്യ തവണയൊക്കെ ആകുമ്പോൾ കരഞ്ഞ് വിളിക്കും, അമ്മയെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കരയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വേദനയെ ശപിച്ചുകൊണ്ട് അല്ല, വേദനയെ പ്രാഗിക്കൊണ്ടുള്ള കരച്ചിൽ. പരിചരിക്കുന്ന ഡോക്ടറിനെയും നേഴ്സിനെയും മിഡ്വൈഫിനെയും ഒക്കെ പ്രാകുന്നു. അവരെ അവിടെ പുറത്തു പോകാൻ പറയുന്നു. പുറത്തു പോയി കഴിയുമ്പോൾ തിരികെ വിളിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ടിപ്പിക്കൽ കാമോമിലുള്ള അവസ്ഥ. റെഫ്യൂസസ് തിങ്സ് ദാറ്റ് ആർ ഓഫേർഡ്, കൊടുക്കുന്ന സാധനങ്ങൾ നിരസിക്കുക. അപ്പോൾ കാമോമിലുള്ളൊരു ജനറൽ കണ്ടീഷൻ. ഇതിൽ നിന്ന് വ്യംഗ്യമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റു കാര്യം എന്ന് വെച്ചാൽ പർട്ടിക്കുലേഴ്സിനേക്കാൾക്ക് ഉപരി ജനറൽ കണ്ടീഷന്, ജനറൽ മെൻ്റൽ സ്റ്റേറ്റിന് ഒക്കെ പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. പർട്ടിക്കുലർ സ്റ്റേറ്റ്സ് ഒരുപക്ഷെ അതിൻ്റെ മെറ്റീരിയ മെഡിക്കയിൽ പറഞ്ഞതോ പറയാത്തതോരെയോ ആകാം. ജനറൽ കണ്ടീഷൻസ് കാണിക്കുകയാണെങ്കിൽ അത് ഒരു 100 പർട്ടിക്കുലേഴ്സിന് തുല്യമാണ്. പറഞ്ഞതും പ്രൂവിങ്സിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള വരാം. ഇവിടെ പ്രസവത്തിൻ്റെ അവസ്ഥ, ആ അവസ്ഥയിലും കമോമില്ല കണ്ടീഷനാണ് കാണിക്കുന്നതെങ്കിൽ കമോമില്ലയാണ് അവിടെ ഔഷധം. ലേബർ പെയിൻസ് ദാറ്റ് ആർ ക്ലച്ചിങ് ഹിയർ ആൻഡ് ക്ലച്ചിങ് ദർ ആൻഡ് ക്രാമ്പിങ്, showing that certain fibers of the uterus are contracting in one direction, certain other fibers in another. അപ്പോൾ ക്ലച്ചിങ് പെയിൻ, ഇങ്ങനെ പിടുത്തം പോലുള്ള വേദന, കുത്തുന്ന തരത്തിലുള്ള വേദന, കോൺട്രാക്ഷൻസ്, മസ്കുലർ കോൺട്രാക്ഷൻസ് ഈ ഫെറ്റസിനെ പുറത്തേക്ക് തള്ളാൻ തരത്തിലുള്ള കോൺട്രാക്ഷൻസിന് പകരം വ്യത്യസ്ത ഡയറക്ഷനിൽ, ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും. അപ്പോൾ എന്താ, പ്രസവം സംഭവിക്കാതെ വരും, പ്രസവം നടക്കാതെ വരും. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിലൊക്കെ സർജറി നടക്കുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റ് കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥകൾ. അപ്പോൾ ആ കണ്ടീഷൻസിലും കാമോമില്ലയുടെ ജനറൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ സുഖപ്രസവം സാധ്യമാക്കാൻ കാമോമില്ല ഉപകരിക്കും. ദർ ഈസ് നോട്ട് ദാറ്റ് യൂണിഫോം റെഗുലർ കോൺട്രാക്ഷൻ ദാറ്റ് ഷുഡ് ടേക്ക് പ്ലേസ് ഇൻ ദ എക്സ്പെൽഷൻ ഓഫ് ദ കണ്ടൻസ് ഓഫ് ദ യൂട്രസ്, എക്സ്പെൽഷൻ ഓഫ് എ മോൾ ഓർ എക്സ്പെൽഷൻ ഓഫ് എ ചൈൽഡ്. അപ്പോൾ ഗർഭാധാനത്തിനുള്ള ഒരു ശിശുവോ അല്ലെങ്കിൽ ഒരു ട്യൂമറോ എന്താണെങ്കിലും അതിനെ പുറന്തള്ളാൻ വേണ്ടുന്ന ആ ഒരു യൂണിഫോം കോൺട്രാക്ഷന് പകരം വ്യത്യസ്ത ദിശയിൽ ഇറഗുലർ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ പ്രസവം നടക്കാതെ വരുന്നു.
If the physician can have the pregnant woman under his care during the period of gestation, he ought to be able to select remedies to remove these irregular contractions of the uterus. ജസ്റ്റേഷൻ പീരീഡിൽ ഗർഭകാലത്ത് ഗർഭിണിയെ ചികിത്സിക്കാൻ കിട്ടിയ ഒരു ഡോക്ടർ അവരെ ശരിയായ രീതിയിൽ അവരുടെ കേസ് എടുത്ത് ഇത്തരം കണ്ടീഷൻസ് മുന്നിൽ കണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ തക്ക ഔഷധങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കാതെ പ്രസവം നടന്നേനെ. ചിലപ്പോൾ പ്രസവത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് കേസെടുക്കാനോ മരുന്ന് കൊടുക്കാനോ ഒക്കെ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ജസ്റ്റേഷൻ പീരീഡിൽ ഒരു ഹോമിയോപ്പതി കെയറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കെൻഡ് തുടർന്ന് പറയുന്നത്. ഓർ ടു പ്രിവെൻറ്റ് ദം വെൻ ഇറ്റ് കംസ് ടൈം ഫോർ ലേബർ. പ്രസവ സമയത്തിന് മുൻപേ ഇത്തരം സ്ഥിതികൾ വരുന്നതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഫിസിഷ്യന് സാധിക്കുമായിരുന്നു. ഇഫ് ദ പെയിൻസ് ആർ നോട്ട് സോ വയലൻറ്റ്, ഷീ ഫീൽസ് ദ കോൺട്രാക്ഷൻസ് ബട്ട് ഇൻ മെനി ഇൻസ്റ്റൻസ് ദേ ആർ പെയിൻലെസ്. അപ്പോൾ ഈ കോൺട്രാക്ഷൻസ് സമയത്ത് വയലൻറ്റ് പെയിൻസ് വരുന്നില്ല, ശരിക്കുള്ളൊരു പ്രസവവേദന വരാതെ മൈൽഡ് പെയിൻസ് വരുന്നു. എ വുമൺ ought to be under treatment all through gestation and sometimes it takes longer. അപ്പോൾ ഒരു സ്ത്രീ ഗർഭകാലത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ ആയിരിക്കണം. അത് ഗർഭകാലത്തും അതിന് ശേഷവും ആകാം, ലോങ്ങർ പീരീഡിലും ആകാം, അതിന് മുൻപും ആകാം. ചിലപ്പോൾ ചില പാരമ്പര്യ രോഗങ്ങളുള്ള കുടുംബങ്ങളിലാണെങ്കിൽ ഗർഭധാരണത്തിന് മുൻപ് തന്നെ തുടങ്ങണം. പല കേസുകളിലും പ്രസവത്തിന് ശേഷം തുടരണം. അതാണ് ഈ ലോങ്ങർ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രസവകാലത്ത് ചികിത്സയുണ്ട്. എന്താണ്? അടിക്കടി സ്കാനിങ്, പിന്നെ അയൺ ടാബ്ലറ്റ് കഴിക്കൽ, വിറ്റാമിൻസ് കഴിക്കൽ, അങ്ങനെയുള്ള പല സംഭവങ്ങൾ. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ആ ഗർഭിണിയുടെ ജനറൽ കണ്ടീഷൻസ് മനസ്സിലാക്കി ആൻറ്റിസോറിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റേഷൻ ഈസ് എ ഫോർച്യൂഷ്യസ് ടൈം ഫോർ ദ വുമൺ ടു ടേക്ക് ട്രീറ്റ്മെൻറ്റ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം വീണ് കിട്ടുന്ന ഭാഗ്യമാണ് ഗർഭകാലം. ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടുന്ന സൗഭാഗ്യമാണ്. കാരണം ശരിയായ രീതിയിൽ ആൻറ്റിസോറിക് അല്ലെങ്കിൽ ആൻറ്റി മയാസ്മാറ്റിക് ട്രീറ്റ്മെൻറ്റ് നടത്താൻ മറ്റ് സമയങ്ങളിൽ എന്നതിനേക്കാൾ എളുപ്പത്തിൽ സാധിക്കും എന്ന് മാത്രമല്ല, അത് അമ്മയ്ക്ക് മാത്രമല്ല അതിൻ്റെ വരും തലമുറയ്ക്ക് പോലും അത് ഗുണം ചെയ്യുകയും ചെയ്യും. സിംറ്റംസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഹെർ ഡിസോർഡേഴ്സ് സ്റ്റേജ് കം ഔട്ട് ദെൻ ദാറ്റ് ഡു നോട്ട് അപ്പിയർ ഇൻ എനി അതർ ടൈം. മറ്റ് സമയങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്ത പല ലക്ഷണങ്ങളും ഗർഭകാലത്ത് സ്ത്രീയിൽ പ്രത്യക്ഷപ്പെടും. അതാ പറയുന്നത്, ഗർഭകാലത്ത് ഒരു സ്ത്രീ ചികിത്സയ്ക്ക് വിധേയമാകണം. ഇന്നത്തെ സമകാലീന കാലത്തെ അവസ്ഥയല്ല ഈ പറയുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ ഓർമ്മ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഈ ഓർഗൻ എൻ്റെ കയ്യിൽ കിട്ടാൻ കാരണക്കാരനായ എൻ്റെ സുഹൃത്ത് മരിച്ചുപോയി, PV സാനു. സാനുവിന് വേണ്ടി ഒരു നോവൽ തപ്പിയാണ് ഓർഗൻ എൻ്റെ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്നത്. സാനുവിന് എനിക്കും എന്നെക്കാളും മുമ്പ് വിവാഹം കഴിഞ്ഞു, കുട്ടികളുണ്ടായില്ല അവർക്ക്. ഭാര്യയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷം കഴിഞ്ഞ് ഞാനാണ് അന്ന് കൊച്ചിയിലുണ്ടായിരുന്ന പ്രസിദ്ധനായ ഒരു ഹോമിയോപ്പാത്ത് ഞാൻ ആദ്യം പോയി കണ്ട. അദ്ദേഹം മരിച്ചുപോയി. ഡോക്ടർ ജോസഫ് എബ്രഹാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. ട്രീറ്റ്മെൻറ്റ് തുടങ്ങി 2 മാസത്തിനകം സാറിൻ്റെ ഭാര്യ അജിത ഗർഭിണിയായ ശേഷം ആ ഡോക്ടർ അവർക്ക് കൊടുത്തൊരു ഉപദേശം എന്ന് വെച്ചാൽ, നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകണ്ട. അത് നിയമപരമായിട്ട് ഇന്നിപ്പോൾ എങ്ങനെ അതിനെ കാണുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ പറഞ്ഞു തന്നു, നിങ്ങൾ പോകണ്ട, ആശുപത്രിയിലേക്ക് പോകണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഗർഭകാലത്ത് മുഴുവൻ ചികിത്സ നടന്നു. പ്രസവത്തിന് സമയമാകുമ്പോൾ അടുത്തുള്ള ആശുപത്രി പോയിക്കൂ. അങ്ങനെ പ്രസവ സമയം അടുത്തപ്പോൾ പോയി പ്രസവിച്ചു. ആ സ്ത്രീയുടെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ വളരെ റിസ്കി ആയിരുന്നു ഗർഭകാലം, വളരെ റിസ്കി ആവേണ്ടതായിരുന്നു. പക്ഷേ ആ ഡോക്ടർ ജോസഫ് എബ്രഹാമിൻ്റെ ശ്രദ്ധാപൂർവമായ പരിചരണത്തിൽ ഒരു കുഴപ്പമില്ലാതെ ഗർഭകാലം കടന്നുപോയി.
അപ്പോൾ അങ്ങനെ പറയുന്ന ഹോമിയോപാത്സ് ഉണ്ട്. എനിക്ക് തന്നെ ഈ ഹോമിയോപ്പതിയെക്കുറിച്ച് വലിയ മതിപ്പുണ്ടായത് ഹോമിയോപ്പതി കാര്യമായിട്ടൊന്നും അറിയാത്തൊരു സമയത്ത് ഞാൻ ഇദ്ദേഹത്തിന് മരുന്ന് വാങ്ങാൻ നിൽക്കുമ്പോൾ ഒരമ്മ ആ കുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റുള്ള കുട്ടിയാണ്. വരുമ്പോഴൊരു വസ്തു കൊണ്ട് മുറിവുണ്ടായി. അതിന് ടെറ്റനസിന് ഇഞ്ചക്ഷൻ എടുക്കണോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹം ഒരു സംശയമില്ലാതെ പറഞ്ഞു, ഒരു ഇഞ്ചക്ഷൻ എടുക്കണ്ട, ഞാൻ മരുന്ന് തരാം. അദ്ദേഹം മരുന്ന് കൊടുത്തു. ആ ഒരു ധൈര്യം, ഹോമിയോപ്പതിയെക്കുറിച്ച് ഒരു പരിചയമില്ലാത്തത് എന്നെനിക്ക്, ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിയാണ്, ഫസ്റ്റ് ഇയറിന് അവർ പഠിക്കുന്നതാണ്, എനിക്ക് ഞെട്ടലുണ്ടാക്കി. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് മുഴുവൻ ഒരു തുരുമ്പുള്ള വസ്തു കൊണ്ട് മുറിവുണ്ടായാൽ ടെറ്റനസ് വരാം, അത് മരണകാരണമാകാം. അങ്ങനെ മരണകാരണമായേക്കാവുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മരുന്ന് കഴിക്കണ്ട, ഞാൻ തരാം. ചിലപ്പോൾ നമ്മുടെ ലഡമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വളരെ എലിമെൻ്ററി ആയിട്ടുള്ള കാര്യമാണെന്ന് അന്ന് അറിയില്ല. അപ്പം അങ്ങനെ ധൈര്യത്തോടുകൂടി ഹോമിയോപ്പതിയിലുള്ള ആത്മവിശ്വാസത്തോടുകൂടി ചികിത്സ നടത്തിയിരുന്ന പലരും ഉണ്ട്. അവരെയൊക്കെ നമ്മൾ മാതൃകയാക്കണം. ഇഫ് ഷി ഹാസ് എ സോറി കണ്ടീഷൻ, it may remain dormant until pregnancy comes on, which may act as an exciting cause to bring out the conditions that are in the constitution. ഇതൊരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഗൈനക്കോളജി ക്ലാസ്സുകളിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ പ്രൊഫസർമാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. ചിലപ്പോൾ പറഞ്ഞു കാണും. ഗർഭകാലം എന്ന് പറയുന്നത് ഒരു എക്സൈറ്റിംഗ് കോസാണ്. ആ സ്ത്രീയിൽ, ആ വ്യക്തിയിൽ അന്തർലീനമായി കിടന്നിരുന്ന, പുറത്തു വരാതെ ഡോർമൻ്റായി കിടന്നിരുന്ന ലക്ഷണങ്ങളെ ഈ ഗർഭകാലം പുറത്തു കൊണ്ടുവരും, ഈ ജസ്റ്റേഷൻ പീരീഡ്. അങ്ങനെ പുറത്തു കൊണ്ടുവരുന്ന സിംറ്റംസിനെ കൂടി പരിഗണിച്ചാൽ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഔഷധം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് ഗർഭകാലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കെൻഡ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രാക്ടീസിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ രോഗികളെ അത് ബോധവൽക്കരിക്കുക. ഗർഭിണികളെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരണം, അവരുടെ കേസ് എടുക്കണം, അവരുടെ ആൻറ്റി ആസ്മാറ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന തരത്തിലുള്ള ഒരു ബോധവൽക്കരണം നടത്തി അവർ മറ്റു തരത്തിലുള്ള ചികിത്സകൾ സർക്കാരിൻ്റെ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തണമെങ്കിൽ നടത്തിക്കോട്ടെ. അതിന് ഇൻ്റർഫിയർ ചെയ്യാതെ ഹോമിയോപ്പതിക് അപ്രോച്ചിൽ അവർ ഈ പറയുന്ന തരത്തിൽ നമ്മൾ അവരെ ഒരുക്കുകയും അവരെ ആൻറ്റി ആസ്മാറ്റിക് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുകയും അതുവഴി അവർക്കും അവരുടെ ഗർഭസ്ഥ ശിശുവിനും വളരെയധികം ഗുണങ്ങളുണ്ടാകും. It furnishes, therefore, a good time for the homeopathy physicians to study the case and give the woman a constitutional remedy based upon those symptoms that will not only remove those symptoms and prepare for her confinement, but will remove very much of the disorder in her economy. അപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ അത് റിമൂവ് ചെയ്യുന്നു മാത്രമല്ല, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അവരുടെ അന്തർലീനമായിരിക്കുന്ന സോറിക് അല്ലെങ്കിൽ സിഫിലിറ്റിക് സൈക്കോട്ടിക് കണ്ടീഷൻസിനെ ഹീൽ ചെയ്ത് ആ വ്യക്തിയെ സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കാനും ഉപകരിക്കും. അപ്പോൾ ഗർഭകാലം ഒരു സുവർണകാലം. ഹോമിയോപ്പതി ഡോക്ടർമാർ ഒരു മുദ്രാവാക്യമായിട്ട് എടുക്കാവുന്നതാണ്. ഗർഭകാലം ഒരു സുവർണകാലം. എന്തിനാണ്? ആൻറ്റി മയാസ്മാറ്റിക് ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റിൽ. ആൻഡ് ഷീ വിൽ ഗോ ഓൺ ദോ ലൈഫ് ലിബറേറ്റഡ് ഫ്രം മച്ച് ഡിസ്ട്രസ്, ക്യൂർഡ് ഫ്രം മെനി കണ്ടീഷൻസ് ദാറ്റ് പെർഹാപ്സ് വുഡ് നോട്ട് ഹാവ് കം ഔട്ട് അണ്ടിൽ സം അതർ ഒക്കേഷൻ ബ്രോട്ട് ദം ഔട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്ത്രീ അനുഭവിക്കാവുന്ന പല പ്രയാസങ്ങളിൽ നിന്നും വിമുക്തമാകുകയും മറ്റ് ഒരു സന്ദർഭത്തിൽ അവർക്ക് കിട്ടുമായിരുന്നതിനേക്കാൾ കൂടുതൽ രോഗശാന്തി കിട്ടുകയും അവർ രോഗാവസ്ഥകളുടെ പിടിയിൽ നിന്നും അവർ വിമുക്തരായി സ്വതന്ത്രമായി ആരോഗ്യപൂർണരായി ജീവിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. എ വുമൺ that knows much about homeopathy would submit herself regularly to constitutional treatment during gestation. അപ്പോൾ ഹോമിയോപ്പതിയെക്കുറിച്ച് അറിയാവുന്ന ഒരു സ്ത്രീ ഗർഭകാലത്ത് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിന് വിധേയയാകും. പക്ഷെ അത് നമുക്കധികം പ്രതീക്ഷിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് വുഡ് ബി particular to give the physician everything, that all the details, all the sufferings, all the trouble, that he may study the case. അപ്പോൾ ഹോമിയോപ്പതിയെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ എല്ലാ വിവരങ്ങളും ഡോക്ടറോട് പറഞ്ഞ് പൂർണ്ണമായിട്ട് ഡോക്ടർക്ക് സബ്മിറ്റ് ചെയ്ത് എല്ലാ ലക്ഷണങ്ങളും തുറന്നു പറഞ്ഞ് ശരിയായ ചികിത്സ എടുക്കും. അപ്പോൾ അതൊന്നും നമുക്കിവിടെ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ശരിയായ ബോധവൽക്കരണം കൊടുക്കണം. നിങ്ങളുടെ ക്ലിനിക്കിൽ അതനുസരിച്ചുള്ള പോസ്റ്ററുകളും മറ്റുമൊക്കെ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അത്
സമൂഹത്തിൽ ആ ഒരു അവബോധം പ്രചരിപ്പിക്കാൻ ശ്രമിക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കെൻഡിന് പറയുന്നത്. ദ തിങ്സ് ദാറ്റ് ആർ ടു ബി ഒബ്സർവ്ഡ് ഡ്യൂറിങ് ജസ്റ്റേഷൻ ആർ ടു ബി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് ഫൗണ്ട് വെൻ ജസ്റ്റേഷൻ ഈസ് നോട്ട് പ്രസന്റ്. ഗർഭകാലത്തല്ലാതായിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിരീക്ഷിച്ച ലക്ഷണങ്ങളോട് ഈ ഗർഭകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണങ്ങളും കൂട്ടിച്ചേർക്കണം. എന്നാലേ ആ ടോട്ടാലിറ്റി എന്നുള്ളത് ശരിക്കും ടോട്ടാലിറ്റി ആവുകയുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഗൈനക്കോളജി ക്ലാസ്സുകളിൽ ഈ കാര്യം പഠിച്ചിട്ടില്ല എങ്കിൽ അത് പഠിക്കണം. ബിക്കോസ് ദേ ആർ ഓൾ എവിഡൻസ് ഓഫ് എ ഡിസ്റ്റർബൻസ് ഇൻ ദാറ്റ് വൺ പേഷ്യൻറ്റ്. കാരണം ഇതാണ്, ഇതെല്ലാം ആ രോഗിയിൽ ഉണ്ടായിരുന്ന ഡിസ്റ്റർബൻസ് തന്നെ ആയിരുന്നു. അത് മറ്റു സമയങ്ങളിൽ ഡോർമൻ്റ് ആയിരുന്നു, ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഗർഭകാലത്ത് അതെല്ലാം പുറത്തു വന്നതാണ്. അപ്പോൾ അപ്പോഴേ കേസ് ടേക്കിംഗ് പൂർണ്ണമാവുകയുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ദ പേഷ്യൻ്റ് ദാറ്റ് ഈസ് ടു ബി ട്രീറ്റഡ്, നോട്ട് ദ ഡിസീസ്. ഇറ്റ് ഈസ് സിംപ്ലി അനദർ ഫോം ഓഫ് ഡിസ്റ്റർബൻസ് ഓർ ഡിസോർഡർ ഓഫ് ദ എക്കോണമി. ഈ ഗർഭകാലത്ത് പ്രത്യക്ഷപ്പെടുന്നത് ആ ഒരു വൈറ്റൽ എക്കോണമിയിൽ ഉണ്ടായിരുന്ന ഡിസ്റ്റർബൻസിൻ്റെ മറ്റൊരു മാനിഫെസ്റ്റേഷനാണ്. അതുകൂടി ചേർത്താലേ ചിത്രം പൂർണ്ണമാവുകയുള്ളൂ. ദ തിങ്സ് ദാറ്റ് കമോമില റീച്ചസ് ഡ്യൂറിങ് കൺഫൈൻമെന്റ് ആൻഡ് ഡ്യൂറിങ് ഇറ്റ്സ് കോഴ്സ് ആൻഡ് അറ്റ് ദ ക്ലോസ് ഓഫ് ഇറ്റ് ആർ ഇറഗുലർ കോൺട്രാക്ഷൻസ്. ഇറഗുലർ കോൺട്രാക്ഷൻസ് ആണ് കമോമില കേസിൽ പ്രധാനമായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് അവർലാസ് കോൺട്രാക്ഷൻസ്, റിജിഡിറ്റി ഓഫ് ദ ഓസ്, ഗർഭാശയ മുഖത്തിൻ്റെ റിജിഡിറ്റി, ആഫ്റ്റർ കൺഫൈൻമെന്റ്, after pains. All these the same mental condition, the same oversensitivity to pain. ഇതിനോടൊപ്പം കമോമിലുള്ള ആ ഓവർസെൻസിറ്റീവ് ടു പെയിൻ, ദ പോസ്റ്റ് പാർട്ടം ഹെമറേജ്, അതൊരു പ്രോറെ കൊട്ടിയിരിക്കുന്ന. എവറി ടൈം ദ ചൈൽഡ് ഈസ് പുട്ട് ടു ദ ബ്രസ്റ്റ്, ക്രാമ്പിംഗ് ഓഫ് ദ യൂട്രസ്, ക്രാമ്പ് ഇൻ ദ ബാക്ക്. അതൊരു ടിപ്പിക്കൽ സിംറ്റമാണ്. കുട്ടിക്ക് പാൽ കൊടുക്കാൻ ഏത് സമയം കയ്യിലെടുത്താലും അപ്പോൾ യൂട്രസിൻ്റെ ഭാഗത്ത്, അടിവയറിൻ്റെ ഭാഗത്തും പിൻഭാഗത്തുമൊക്കെ ക്രാംസ് വരുന്നു. ഈതർ ഓഫ് ദീസ് ഓർ ബോത്ത് കമോമില ക്യൂഴ്സ്. രണ്ടുമായാലും രണ്ടിലൊന്നായാലും കമോമില അതിനെ സുഖപ്പെടുത്തും. ദ ടു പ്രിൻസിപ്പൽ റെമഡീസ് യു വിൽ ഹാവ് ടു റിലേ ഓൺ ഫോർ ദീസ് കണ്ടീഷൻസ് എന്താണ്? ക്രാമ്പിംഗ് ഇൻ ദ ബാക്ക് ആൻഡ് ക്രാമ്പിംഗ് ഇൻ ദ അബ്ഡമൻ എവറി ടൈം ദ ചൈൽഡ് ഈസ് പുട്ട് ടു ബ്രസ്റ്റ്. കുട്ടിക്ക് മുല കൊടുക്കാൻ എപ്പോൾ എടുത്ത് മാറോട് ചേർത്താലും ഈ അടിവയറ്റിലെ ക്രാംസ് അല്ല മുതുകത്ത് ക്രാംസ് രണ്ടും കൂടിയോ ഒന്നായിട്ടോ, രണ്ട് ഔഷധങ്ങൾ എന്തൊക്കെയാണ്? കാമോമില ആൻഡ് പൾസാറ്റില. നമ്മൾ നേരത്തെ പല്ലുവേദനയും ചെവിവേദനയും കണ്ട പോലെ കാമോമിലയും പൾസാറ്റിലയും രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന് പറയുന്ന പോലെ. ദേ ആർ ടു ഡിസൈഡഡ്ലി ഡിഫറെൻറ്റ് റെമഡീസ് ഇൻ ദ മെൻ്റൽ സ്ഫിയർ. മനോമണ്ഡലത്തിൽ രണ്ടും തികച്ചും വ്യത്യസ്തമാണ്, നമുക്കറിയാവുന്നത്. വൺ ഈസ് മൈൽഡ് ആൻഡ് ജെൻറ്റിൽ ദോ വിംസിക്കൽ ആൻഡ് ദ അതർ ഈസ് സ്നാപ്പിഷ് ആൻഡ് ഇറിറ്റബിൾ. ഒന്ന് മൈൽഡാണ്, ജെൻറ്റിലാണ്, പക്ഷേ വിംസിക്കൽ നേച്ചർ അവിടെ ഉണ്ട്. ആൻഡ് ദ അതർ ഈസ് സ്നാപ്പിഷ് ആൻഡ് ഇറിറ്റബിൾ. കടിക്കാൻ വരുന്ന പട്ടിയുടെ പോലെയാണ്, ഇറിറ്റബിളാണ്. ബോത്ത് ആർ സെൻസിറ്റീവ് പെയിൻ. പക്ഷെ രണ്ടിനും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പെയിനോട് രണ്ടും സെൻസിറ്റീവാണ്. ആ സെൻസിറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് പരസ്പര വിരുദ്ധമായ രീതിയിലാണെന്ന് മാത്രം. ബട്ട് കാമോമില ഈസ് ഫാർ മോർ സെൻസിറ്റീവ് പെയിൻ ദാൻ പൾസാറ്റില. പക്ഷേ പൾസാറ്റിലേക്കാൾ കൂടുതൽ വേദനയോട് സെൻസിറ്റിവിറ്റി കാണിക്കുന്നത് കാമോമിലയാണ്. അപ്പോൾ കാമോമിലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം, വളരെയധികം ഉപകരിക്കുന്ന ചിത്രവും ഗൈനക്കോളജിയെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള പ്രധാനപ്പെട്ട ചില ഇൻസൈറ്റ്സ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടി. നമുക്ക് കാമോമിലയെക്കുറിച്ച് ഇനിയും ഒത്തിരി വിവരങ്ങൾ, വളരെ വിലപ്പെട്ട ഒത്തിരി വിവരങ്ങൾ കെൻഡ് പറയുന്നുണ്ട്. നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് അവയെക്കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.